അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മാ അമില ഇബ്നു ആദമ മിൻ അമലി യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹ് മിൻ ഇഹ്റാഖിദ്ദമി. പെരുന്നാളിന്റെ ദിവസം ആദം സന്തതികൾക്ക് ഒരു മഹത്തമായ കാര്യവുമില്ല, ഒരു പുണ്യകർമ്മവുമില്ല. ഏതല്ലാതെ ഉൽഹിയത്തല്ലാതെ മറ്റൊരു പുണ്യമായ കർമ്മവുമില്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയുകയാണ്, സ്വഹാബ എന്തുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത ലഭിക്കുവാൻ കാരണമെന്നറിയോ? ഖിയാമത്ത് നാളിലുണ്ടല്ലോ ഈ ഉൽഹിയത്ത് മൃഗത്തിന്റെ രോമങ്ങളും കുളമ്പുകളും നഖങ്ങളും എല്ലുകളെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് റബ്ബിനോട് പറയുമത്രേ, യാ അല്ലാഹ്, ഈ മനുഷ്യനെ നീ സ്വർഗ്ഗത്തിൽ കടത്തണം അല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫതീബു, നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ഉൽഹിയത്ത് കർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളാവണം. തഖ്വയോടെ ഇഖ്ലാസോടുകൂടെ നിങ്ങൾ പങ്കാളികളാവണമെന്ന് ഹബീബായ നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫതീബു, നിസ്വാർത്ഥമായി കൊണ്ട് ആരെയും ബോധിപ്പിക്കുവാനല്ല, അഹങ്കരിക്കുവാനല്ല, കിബിർ നടിക്കുവാനല്ല, വളരെ തഖ്വയോടുകൂടെ നിങ്ങൾ പങ്കാളികളായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അള്ളിമൂ ലഹായാകും, നിങ്ങൾ നിങ്ങളുടെ ബലിമൃഗത്തിനെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം ഫഇന്നഹാ അലസ്സിറാത്തി മതായാകും, അത് നാളെ 500-ലധികം കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന വാളിനേക്കാൾ മൂർച്ചമുള്ള കൂരിരുട്ടുള്ള ചുറ്റുഭാഗം, കൂരിരുട്ടുള്ള ലൈറ്റുകളില്ലാത്ത 500-ലധികം കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന സിറാത്ത് വിട്ടുകിടക്കാൻ ആ മൃഗം നിങ്ങൾക്ക് ഒരു വാഹനമായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബികളെല്ലാവരും കൂടെ ഖുൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവര് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ നബിയേ, മാ ഹാദിഹിൽ അളാഹി, എന്താണ് നബിയേ ഉൽഹിയത്ത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്തു അബീകും ഇബ്രാഹീം, നിങ്ങളുടെ വല്യപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചര്യയാണ് നിങ്ങൾ നമ്മുടെ വല്യപ്പയായ ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്, സുന്നത്താണ്, ചര്യയാണ്. ഫഖാല സ്വഹാബി, അപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, നബിയേ, മാ ലനാ ഫീ ഹാദിഹി, ആ ഉൽഹിയത്തിൽ ഞങ്ങൾക്ക് എന്താണുള്ളത്? നബി തങ്ങൾ പറയുകയാ, എന്ത് പ്രതിഫലമാണ് ഞങ്ങൾക്കുള്ളതെന്ന് സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാ, സ്വഹാബ, ബികുല്ലി സഅറത്തിൻ ഹസന, അതിന്റെ ഓരോ രോമത്തിന് കണക്കെ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. 1000 രോമങ്ങളുണ്ടെങ്കിൽ 1000 പ്രതിഫലമുണ്ട്. മറ്റു ഹദീസുകളിൽ കാണാം, ഒരു രോമത്തിന് 70 ഹസനത്ത് എഴുതി വെക്കുമത്രേ. ഒരു മൃഗമാകുമ്പോ എത്രമാത്രം രോമങ്ങൾ ഉണ്ടാകും, അതനുസരിച്ച് അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ, ബലികർമ്മത്തിൽ സാധ്യമാകുന്ന രൂപത്തിൽ പങ്കെടുക്കണം. മുതലാളിമാർക്ക് മാത്രം പറഞ്ഞതല്ല ഉളുഹിയ്യത്ത്. പാവപ്പെട്ടവർക്ക് അവരെ കൊണ്ട് ഒരാടിനെ 2 വയസ്സ് തികഞ്ഞ ഒരാടിനെ അറക്കാനേ കഴിയോ? അങ്ങനെ ചെയ്യൂ. ഇനി ഇക്കൊല്ലങ്ങൾ കഴിയൂലെങ്കിൽ ഇന്നു മുതലെങ്കിലും മാറ്റിവെക്കേണ്ട പ്രിയമുള്ളവരെ, ഒന്ന് മാറ്റിവെക്കരുത്. 100 രൂപ 50 രൂപ മാറ്റിവെച്ചിട്ട് അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഇപ്രാവശ്യം കഴിയൂലെങ്കിൽ അടുത്ത കൊല്ലത്ത് റബ്ബേ, ഇത്രയും കാലം ഞാൻ ഇവിടെ ദുനിയാവിൽ ജീവിച്ചിട്ട് ഞാൻ എന്തിൽ പങ്കെടുക്കാത്തത്? ഇത്രയും മഹത്തരമായ പുണ്യമായ കർമ്മത്തിൽ അല്ലാഹുവേ ഞാൻ എന്തേ പങ്കെടുക്കാത്തത് എന്നൊന്ന് മനസ്സുരുകി ആത്മാർത്ഥയോടൊന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ. കഴിയുന്നവർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ആ ബലികർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ എന്താ പറയാ? പൈസ എല്ലാരെയും നമ്മളെ മക്കളെ കെട്ടിച്ചില്ലേ? പൈസ ഉണ്ടാക്കിയിട്ടല്ലേ? ഇല്ലാത്തോടത്ത് നമ്മൾ അധ്വാനിച്ച് കസ്ബിലൂടെ പ്രയത്നിച്ച് ചോര നീരാക്കി മക്കളെ കെട്ടിച്ചുട്ടില്ലേ? 10-15 ലക്ഷം കൊടുത്തിട്ട് 10-20 ലക്ഷം വെച്ച് വീട് വെച്ചില്ലേ? പ്രോപ്പർട്ടികൾ വാങ്ങിയില്ലേ? സ്ഥലങ്ങൾ മേടിച്ചില്ലേ? നമ്മുടെ എല്ലാത്തിനും നമുക്ക് പണമുണ്ട്, സമ്പത്തുണ്ട്. എന്തേ എൻ്റെ പ്രിയമുള്ളവരെ, ഇത്രയും പുണ്യമായ ഒരു കർമ്മത്തിൽ പങ്കാളികളാകണമെന്ന് ഒരു നല്ല നീയത്തോടുകൂടെ നിങ്ങൾ പുറപ്പെടാത്തത്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. ആയുസ്സുണ്ട്, ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്. എപ്പോൾ വേണമെങ്കിലും റബ്ബിന്റെ വിളിക്കുത്തരം നൽകി പള്ളിക്കാട്ടിലേക്ക് നമ്മൾ പോകേണ്ട ആളുകളാണ്. ഉള്ളതിൽ നിന്ന് കഴിയുന്ന രൂപത്തിൽ ഒരു 10,000-15,000 ഉണ്ടെങ്കിൽ ഒരു ഷെയർ കൂടി എന്തിനാ ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ടല്ലോ. അന്നത്തെ ദിവസത്തിൽ നല്ലോണം പള്ള നിറച്ച് ഓരോ നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയല്ല. ഇതൊരു കർമ്മമാണ്, അമലുൻ സ്വാലിഹാൻ. ഇത് നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞതാണ്. വലിയൊരു പുണ്യമായ കർമ്മമാണ്. ഇത് നമ്മുടെ ആചാരമാണ്, ഇത് നമ്മുടെ അനുഷ്ഠാനമാണ്. ഇതിൽ നമ്മൾ പങ്കാളികളാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ശാഫിഈ ഇമാമിന്റെ അടുക്കൽ സുന്നത്തുൻ മുഅക്കദയാണെങ്കിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് അത് വാജിബാണ്. അന്നേ ദിവസം, പെരുന്നാൾ ദിവസം, നമുക്കും നമ്മുടെ ആശ്രിതർക്കും അന്നത്തെ പകല് രാത്രിക്കുള്ള ഭക്ഷണത്തിന് പൈസ ഉണ്ടോ? ബാലൻസ് വന്നിട്ട് അതൊരു ഓഹരിയിലെങ്കിലും നിങ്ങൾക്ക് കൂടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വാജിബാണ്. എന്തേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ വാജിബാണ്, നിർബന്ധമാണ് എന്ന് പറയാൻ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്. നബി തങ്ങൾ പറയുന്നു, മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ഫലം യുളഹി, അവൻ ഉളുഹിയ്യത്ത് അറുത്തിട്ടില്ല. ഒരാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് അവൻ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളായിട്ടില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാനാ, ദിവസത്തിൽ അവൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരേണ്ട, അവൻ ഈ മുസല്ലയിലേക്ക്, ഈ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക്, റബ്ബിന്റെ ഭവനത്തിലേക്ക് അവൻ വരേണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്. കഴിവുണ്ട്, എന്നാൽ ഫലാ യഖറബന്ന മുസല്ലാനാ ഫലം യുളഹി, അവൻ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാനാ, അവൻ ഇവിടത്തേക്ക് നമസ്കരിക്കാൻ വരേണ്ടതില്ല. കഴിവുള്ളവരുണ്ടെങ്കിൽ അറുത്തോ. അല്ലാഹുവിന്റെ റസൂലിന്റെ അതികഠിനമായ ഒരു വാക്കല്ലയോ, ഫലാ യഖറബന്ന മുസല്ലാനാ, അവൻ ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരേണ്ടതില്ല. കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാ. നബി തങ്ങൾ പറയുന്നു, എത്ര ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ പ്രിയമുള്ളവരെ. മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് ഉളുഹിയ്യത്ത് അറുക്കുവാനുള്ള പണം അവന്റെ അടുക്കലുണ്ടെങ്കിൽ ഫലം യുളഹി, അവൻ ഉളുഹിയ്യത്ത് അറുത്തില്ലെങ്കിൽ ഫൽയമുത്, അവൻ മരിച്ചു പോട്ടെ. ഇൻഷാ നസ്റാനിയ, അവൻ നസ്റാനിയായിട്ട് അവൻ
ക്രൈസ്തവനായിട്ട് ജൂതനായിട്ട് അവൻ മരിച്ചു പോട്ടെ, ക്രിസ്ത്യാനിയായിട്ടോ ജൂതനായിട്ടോ അവൻ മരിച്ചു പോട്ടെ എന്ന് ലോകത്തിന്റെ വരെ കള്ളം പറയാത്ത മദീനയുടെ മലർവനയില് അന്ത്യവിശ്രമം കൊള്ളുന്ന നബി മുഹമ്മദ് മുസ്തഫ യഹൂദിയായിട്ട് ജൂതനായിട്ട് മരിച്ചു പോട്ടെ, അല്ലെങ്കിൽ അവൻ നസ്രാനിയായിട്ട് മരിച്ചു പോട്ടെ, റബ്ബേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്തൊരു കഠിനമുള്ള വാക്ക് നോക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഓരോ തിരക്കുണ്ടാവും അറിയാം. ചെറിയ നാൾ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വിഷയം പറയുന്നത്. അത്രയും നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പറച്ചിലുള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു ഹദീസ് കൂടെ കേട്ടോ എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ ഹദീസ് കൂടെ. അല്ലാഹുവിന്റെ റസൂൽ നബി തങ്ങൾ പറയാ, നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ ബഅസ് ഉണ്ടല്ലോ, പുനർജീവിപ്പിക്കുന്ന സമയത്ത് ചിന്തിച്ചോ എന്റെ പ്രിയമുള്ളവരെ, വളരെ ആത്മാർത്ഥതയോടുകൂടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചോ, തഖ്വയോടെ ഇഖ്ലാസോടെ ഭയഭക്തിയോടെ ഇന്ന് ഈ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ, യാ അല്ലാഹ് നീ എനിക്ക് എത്രമാത്രം സമ്പത്ത് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു ഓഹരിയെങ്കിലും ഒരു കൂടിയിട്ട് ഉദ്ഹിയത്തിൽ പങ്കാളികളാകുമെന്ന് നിയ്യത്ത് വെക്കണം. മൻ ഖറബ ഖുർബാനാ, ഒരാൾ ഉദ്ഹിയത്ത് അറുത്ത് കഴിഞ്ഞാൽ കേട്ടോ എന്റെ പ്രിയമുള്ളവരെ, മൻ ഖറബ ഖുർബാന, ഒരാൾ ഉദ്ഹിയത്ത് അറുത്ത് കഴിഞ്ഞാൽ ഇദാ ഖാമ മിൻ ഖബരിഹി റആഹു ഖായിമൻ അലാ റഅസി ഖബരിഹി, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, ഖബറിൽ നിന്ന് നാളെ ഖബറിൽ നിന്ന് പുനർജന്മമുണ്ടല്ലോ, ആ സമയത്ത് അതാ ഖബറുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പൊട്ടി പൊളിഞ്ഞ് നമ്മളിങ്ങനെ എഴുന്നേൽക്കുമല്ലോ, നമുക്കൊരു ഹയാത്ത് വരുമല്ലോ, നമുക്കൊരു ജീവൻ വരുമല്ലോ, പുനർജീവിതം വരുമല്ലോ. ആ സമയത്തതാ നമ്മളെ കാത്തൊരു വാഹനം നിൽക്കുകയാണ്. ഏതാണ് ആ വാഹനം? നമ്മൾ ഇവിടെ അറുത്ത ഉദ്ഹിയത്ത് മൃഗം അവിടെ ഒരു വാഹനമായിട്ട് നമ്മെ കാത്തു നിൽക്കുകയാണ്. നമ്മൾ ആ വാഹനത്തിനോട് ചോദിക്കുകയാണ്, മൻ അൻത വഅയ്യു ശൈഇൻ അൻത, എടാ നീ ആരാണെടാ? സുന്ദരമായ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു വാഹനം സങ്കൽപ്പിക്കൂ. ആ വാഹനത്തിനോട് നമ്മൾ ചോദിക്കുകയാണ്, വമൻ അൻത വഅയ്യു ശൈഇൻ അൻത, എന്താണ് നീ ആരാണ്? വമാ റഅയ്തു അഹ്സന മിൻക, നിന്നേക്കാൾ മൊഞ്ചുള്ള ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരാളെ, ഒരു വാഹനത്തിനെ, ഒരു മൃഗത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് ആ മൃഗം ഖബറിൽ നിന്ന് എഴുന്നേറ്റ സഹോദരനോട് പറയും, അല ഖുർബാനുകല്ലദീ ഖറബ്തനീ ഫിദ്ദുനിയാ, ദുനിയാവിൽ നീ അറുത്ത ബലിമൃഗമാണ് ഞാന്, നീ അറുത്ത ബലിമൃഗമാണ് ഞാന്. നിന്റെ സമ്പത്ത് ചെലവഴിച്ചിട്ട്, എടാ വെയിലന്തിയോളം പണിയെടുത്തിട്ട് നീ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് മൃഗത്തിനെ മേടിച്ചില്ലേ, ആ മൃഗമാണ് ഞാന്. ഇർകബ അലാ ദഹ്രി, എന്റെ മുതുകിൽ നീ കയറിക്കോ, എന്നിട്ട് അവൻ അർശിന്റെ മുകളിലൂടെ അവന്റെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വഅവാനി ഇദാ അത്റഹ അലൽ അർളി, നമ്മൾ കെട്ടൂലേ, അറുക്കാൻ വേണ്ടിയിട്ട് കാല് കെട്ടൂലേ, കൈ കെട്ടൂലേ, എന്നിട്ട് ആ ഭൂമിയിലേക്ക് ആ മൃഗത്തിനെ ഇടുമ്പോ ആ മൃഗമങ്ങ് ഭൂമിയിൽ വീഴലോടുകൂടെ ഇദാ അത്റഹ അലൽ അർളി, ഭൂമിയിലെ ആ മൃഗം മൂരിയാവട്ടെ, ആടാവട്ടെ, പോത്താവട്ടെ, ഒട്ടകമാവട്ടെ, എന്തുമാവട്ടെ, ആ മൃഗമെങ്ങാനും ഭൂമിയിലങ്ങ് വീണ
യുരീദു ദബഹഹാ ഉദ്ഹിയത്ത് എന്ന ഉദ്ദേശത്തോടുകൂടെ നാൽക്കാലിയുടെ കാല് കെട്ടിയിട്ട് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഇസ്തഗ്ഫറ ലഹു കുല്ലു ഖൽഖ് ഈ ലോകത്തുള്ള നിർജീവമായ ഹറകാത്ത് ജീവനുള്ളതും നിർജീവമായതും ചലിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ സർവചരാചരങ്ങളും മലകള് അതുപോലെ വൃക്ഷങ്ങള് പക്ഷികള് മൃഗങ്ങള് മനുഷ്യര് എല്ലാവരും ഈ ബലിമൃഗം അറുക്കുന്ന ഈ സാഹിബുണ്ടല്ലോ, അറുക്കുന്ന ഈ മാലിക്കുണ്ടല്ലോ, ഈ ഉടമസ്ഥനുണ്ടല്ലോ, അവൻക്ക് വേണ്ടി ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും കുല്ലു ഖൽഖിൻ ഇവൻക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.